ഈ സാന്നിധ്യം എന്നല്ല പിണറായിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അധോലോക ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പിണറായി ഇനി വരാൻ ചാൻസ് കുറവാണ്. ഭരണം നമ്മൾ കണ്ടു. ബാക്കി അങ്ങോട്ട് വേറെ ആള് മാറി വരണല്ലോ. കേരളത്തിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വന്നാൽ എന്താ പൊളിക്കുമോ? ശൈലജ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്നതിനെ കുറിച്ച് വോക്സ് ടീമല്ല, ഞങ്ങൾ ഒരു വോക്സ് പോപ്പുലി, ഒരു ജനങ്ങളുടെ ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് ആളുകൾ പറയുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഗൗരിയമ്മയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയം കണ്ട ഒരു വലിയ സാന്നിധ്യമായി, വനിതാ സാന്നിധ്യമായി ശൈലജ ടീച്ചർ മാറുകയാണ് എന്നുള്ളതാണ്. ഒരു ക്ലീൻ ഇമേജുള്ള ഒരു വനിതാ രാഷ്ട്രീയ സാന്നിധ്യം. നമ്മുടെ കേരള സമൂഹം വലിയ രീതിയിൽ ലോകം പാൻഡമിക്കിലേക്ക് പോയപ്പോൾ നമ്മളെ കൈപിടിച്ച് ചേർത്ത് നിർത്തിയ കേരളത്തിന്റെ, ഇന്ത്യയുടെ മാതൃകയായ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരുന്ന ആളാണ് ശൈലജ ടീച്ചർ. 2021 UN പബ്ലിക് സർവീസ് ഡേയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു. രണ്ടാമത്തെ കാര്യം, കേരളം നിയമസഭ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ശൈലജ ടീച്ചർ നേടിയെടുത്തതെന്നുള്ളതാണ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചതാണ്, രണ്ടാമത് പിണറായി സർക്കാർ കോവിഡിന്റെ ആ ഒരു ഫ്ലഡിന്റെ ഒക്കെ ഒരു പാൻഡമിക്കിനെ അതിജീവിച്ച ഒരു ക്യാപ്റ്റനായി പിണറായി സർക്കാർ രണ്ടാം തവണ വന്നപ്പോഴും അതിന് നിറമങ്ങൽ ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തുക എന്നുള്ളത്. നിപ്പ കേരളത്തിന് അലയടിച്ചു വന്നപ്പോഴും നമ്മൾ കണ്ടാണ്, ഒരു ശക്തമായ പ്രശ്നം വരുമ്പോൾ ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരോഗ്യവകുപ്പിന്റെ വലിയ തീരുമാനങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ ഏകോപിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ശൈലജ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണോ? നമുക്കൊന്ന് കേട്ടു നോക്കാം ജനങ്ങൾ എന്ത് പറയുന്നു. അടുത്ത പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ശൈലജ ടീച്ചറോ പിണറായിയോ താങ്കൾ ആഗ്രഹിക്കുന്നത് ഏത് മുഖ്യമന്ത്രിയായിരിക്കും? രണ്ടുപേരും നല്ലതാ. രണ്ടുപേരും നല്ലതാ. എങ്കിലും ഒരു മുൻതൂക്കം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. മുൻതൂക്കം പിണറായി വരുമെന്ന് അറിയാൻ വയ്യ. അല്ല, വന്നാൽ ഒരു 3.0 വന്നാൽ പിണറായി തന്നെ നല്ലത്. പിണറായി എന്നാ നല്ലത്. എന്തുകൊണ്ടായിരിക്കും? പിണറായിയിൽ കാണുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? പിണറായി നല്ല ഒരു കമാൻഡിങ് പവർ ഉണ്ട്. കമാൻഡിങ് ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം. ഓക്കെ. ശൈലജ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ? അവരുടെ ഭരണം അത്ര ഇഷ്ടമായത് കാരണം. നിലവിലെ ഭരണം അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ? ഞാൻ പിണറായിയെ സപ്പോർട്ട് ചെയ്യും. എന്തായിരിക്കും പിണറായി കാര്യം? പല രീതിയിലും അദ്ദേഹത്തെ കുരുക്കാൻ നോക്കിയിട്ട് ഇതുവരെയ്ക്കും ആർക്കും സാധിച്ചു. അജയ്യനാണ്. തീർച്ചയായും സൂപ്പർ ഡിഫൻസ് ആണ് കൊടുക്കുന്നത് അല്ലേ? ശൈലജ. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ? അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പിണറായി ഇനി വരാൻ ചാൻസ് കുറവാണ്. അല്ല, വന്നു, പിണറായി സർക്കാർ വന്നു, അങ്ങനെ പിണറായി ശൈലജ എന്നൊരു അവസാന ഡിസ്കഷനിൽ നിൽക്കുകയാണ്. താങ്കളുടെ ആഗ്രഹം ആര് വരണം എന്നാണ്? ശൈലജ ടീച്ചർ ടീച്ചർ വരണം. കാരണം അവര് കൊറോണ സമയത്തൊക്കെ അവർ അതേപോലെ നല്ല ഇത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഒറ്റ ഇതാണ് അതങ്ങ് പോയത്. പാൻഡമിക് അത്രയും ഡൈലൂട്ട് ആക്കി കിട്ടിയത് അല്ലേ? ഓക്കെ. വീഡിയോ എടുക്കണം. ഞാനൊരു അനാലിസിസ് നടത്തും. അവരുടെ മനസ്സിലുള്ള ആളുകളൊക്കെ എല്ലാം കണ്ണൂരുകാരാണ്. പക്ഷെ ഈ കണ്ണൂർ ലോബിയുടെ വരവിനെ എതിർക്കുന്ന എനിക്കൊന്ന് തെക്കൻ ഭാഗത്തിലുള്ള CPM-കാരും ഉണ്ട്. അതിലൊരു ചാൻസ് തന്നെ MV ഗോവിന്ദനുണ്ട്, AV ജയരാഘവനുണ്ട്. പക്ഷെ അവര് ചിലപ്പോൾ ഇലക്ഷനിൽ നിൽക്കാതെ തന്നെ അവർ മുഖ്യമന്ത്രിയായിട്ട് ബൈ ഇലക്ഷനിലൂടെ അവർ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പണ്ട് നായനാരുടെ കാലത്ത് ഇലക്ഷന് ശേഷം ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്തുകൊണ്ട് ഒരാളെ ചെയ്തത് ഈ സെക്കൻഡ് പിണറായിക്ക് മാത്രമാണ്. ഫസ്റ്റ് പിണറായിക്ക് ഏകദേശം സൂചന ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും അവരൊരു മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്തിട്ട് ഇന്നാൾ മുഖ്യമന്ത്രിയാവാൻ ഞങ്ങൾക്ക് അധികാരം കിട്ടുന്നതിനാൽ CPM ഒരിക്കലും പോകില്ല. LDF അത് അനുവദിക്കുകയില്ല. LDF-ന്റെ ഘടകകക്ഷികൾ. പകരം അവർ ഈ നന്നായിട്ട് അവർ അവർക്കറിയാലോ, നമുക്കറിയാലോ, ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ നന്നായിട്ട് അവർ ക്യാമ്പയിൻ ചെയ്യും. ഈ താഴെത്തട്ട് തൊട്ട് ഇളക്കി മറിച്ച് നല്ലോണം ഒരു പബ്ലിക് ഒരു റിലേഷൻ ആളുകൾ ഉണ്ടാക്കിയെടുത്തുള്ള ഇപ്പം ബജറ്റ് തന്നെ അങ്ങനത്തെയാണല്ലോ. അപ്പോൾ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടുപേരും ആകുന്നത് 100%. ശൈലജ ടീച്ചറായാലും പിണറായി ഒരു നേതൃത്വത്തിന്റെ അതുപോലെ പിണറായി കുഴപ്പമില്ല. പിണറായിയാണ്. ഇവിടെ ആർക്കും അഭിപ്രായമില്ല. ശൈലജ ടീച്ചർ ഒരു സ്ത്രീയാണ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ആര് വന്നാലും കുഴപ്പമില്ല. ആക്ച്വലി ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അങ്ങനെയല്ല, കോൺഗ്രസ് തോറ്റു, പിണറായി വന്നു, 3.0 വന്നു, ഇനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ വിചാരിക്കുക. സപ്പോസ് അവിടെ പിണറായി ഓർ ശൈലജ, ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ്? ശൈലജ. എന്തുകൊണ്ട്? പിണറായി സർക്കാർ എന്തുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ?
That's ശൈലജ ടീച്ചർ ആവണമെന്നാണ്, ഒരു സ്ത്രീ സാന്നിധ്യം വരണം എന്നുള്ളതാണ് അല്ലേ? സ്ത്രീ സാന്നിധ്യം എന്നല്ല, പിണറായിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. കേപ്പബിൾ ആണ്, അതെ, സംശയമില്ല. ഇല്ല. ആര് കയറിയാലും കണക്കാണ് അല്ലേ? ഒരാളല്ലല്ലോ ഭരിക്കുന്നത്, അതെ. പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. അതെ അതെ. പിന്നെ ആര് കയറിയാലും അല്ല, എന്നാലും പിണറായി വിജയൻ ഓർ ശൈലജ അവസാനം സ്ക്രീനിൽ അങ്ങനെയായി ഡിസ്കഷൻ. പിണറായി സാറ് കുറെ നാളായിട്ട് ഇരിക്കുവാണല്ലോ. ശൈലജ ടീച്ചർ കയറട്ടെ. ശൈലജ. കാരണം കാരണമൊന്നും അറിയില്ല. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പിണറായിയെ കമ്മ്യൂണിസ്റ്റുകാർ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇനി ഈ ഗവൺമെന്റ് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എൻ്റെ സത്യം. ഇവിടെ ഏത് മേഖലയിലാ യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റിയ സന്ദർഭം എവിടാ? ഇവിടുത്തെ ക്യാമ്പസുകൾ മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. പിന്നെ കോപ്പറേറ്റീവ് മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമാറ്റിയില്ലേ. സഹാക്കന്മാർ ലോൺ എടുക്കുക, തിരിച്ചടയ്ക്കാതിരിക്കുക, എന്നിട്ട് ഇപ്പം കീശ വീർപ്പിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ല അധോലോക ബന്ധങ്ങൾ CPM ഉം BJP കൂടെ ഉണ്ടാക്കിയാൽ മാത്രമേ അധികാരത്തിൽ വരൂ. നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഇനി ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവന്മാരൊക്കെ മാറ്റം. അങ്ങനെ സങ്കല്പിക്കാനോ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആഗ്രഹിക്കാനോ താങ്കൾ തയ്യാറല്ല? അങ്ങനെ ആവരുതല്ലോ. ജനാധിപത്യമാണെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അധോലോക ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ CPM അധികാരത്തിൽ വരൂ. ഓക്കെ. കോവിഡ് സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, അത് തന്നെ പോരെ. ടീച്ചർ മാറ്റി നിർത്തപ്പെടുന്നുണ്ടല്ലേ ഒരുപാട്? ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷന് മാറി നിന്നതായിട്ട് തോന്നുന്നുണ്ട്, മാറ്റി നിർത്തിയതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാ ഒരു സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടോ? ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി കൂടി ആവൂല. ഇല്ല. ഓക്കെ. ശൈലജ ടീച്ചർ എന്തുകൊണ്ടാ? ആള് മറ്റേ കൊറോണ ടൈമിൽ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. നല്ല സഹകരണം. പിണറായിനേക്കാളും നല്ലൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടല്ലേ. പിണറായിയുടെ ഇത് നമ്മളെല്ലാം കണ്ടല്ലേ, ഇപ്പൊ വേറൊരാളുടെ ശൈലജ ടീച്ചർ എന്നുള്ളതാണ്. ബ്രോ എന്താ പറയാ? എനിക്കും തന്നെയാ. പിണറായിയുടെ ഭരണം നമ്മള് കണ്ടല്ലോ, ബാക്കി അങ്ങോട്ട് വേറെ ആള് മാറി വരണല്ലോ. കോവിഡിന്റെ ടൈമില് അത് തന്നെ ഹോസ്പിറ്റാലിറ്റി എല്ലാം ഒരുപാട് മെച്ചപ്പെട്ടില്ലേ. ടീച്ചറിനെ മാറ്റി നിർത്താനായിട്ടൊക്കെ തോന്നുന്നുണ്ടോ ബ്രോ? അങ്ങനെ എനിക്ക് ഞാനങ്ങനെ ഒരു പൊളിറ്റിക്സിലേക്ക് അധികം എന്നാലും ശൈലജ ടീച്ചറിനോടാണ് താല്പര്യം. അല്ല, മാറി കാണണം. താല്പര്യം എല്ലാവരോടും ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ പാർട്ടി അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഒരാള് മാറി വരണല്ലോ, ഭരണം മാറി വരണല്ലോ. ഇത് രണ്ടും താല്പര്യമില്ല. LDF സർക്കാരാണ് വരുന്നതെങ്കിൽ മറ്റേ ശൈലജ